ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ബിസി ഡേ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ നെച്ചുമോളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇന്ന് വിഷു കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി റെഡിയായി ലഞ്ച് കഴിക്കാൻ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. സോ വീട്ടിൽ പോയി റെഡി ആവാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് റോയൽ മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇവിടെ ഇന്ന് വിഷു സ്പെഷ്യൽ സദ്യ ഉണ്ട്. ഒരുപാട് കറികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വരുന്ന വഴി റോഡ് സൈഡിൽ നല്ല വാട്ടർമെലൻസ് വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നമ്മളിങ്ങനെ കട്ട് ഓപ്പൺ ചെയ്താക്കാൻ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് വിളഞ്ഞതാണോ ഇല്ലോ നോക്കി എടുക്കാനൊക്കെ പറ്റും. ഇനി സമ്മറായി കഴിയുമ്പോൾ ഒരുപാട് നല്ല ഫ്രൂട്ട്സ് കിട്ടും. വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നെങ്കിലും സദ്യ കഴിച്ചപ്പോൾ ആകെ ഒരു മത്തടിച്ച പോലത്തെ അവസ്ഥയായി. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. എല്ലാവരും കുറച്ച് സമയം നന്നായി കിടന്നുറങ്ങി. വൈകുന്നേരം നെച്ചുവിന് ആർട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോളുടെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. നമ്മൾ വാങ്ങിച്ച വാട്ടർമെലൻ വെച്ചിട്ട് നല്ല ചിൽഡ് ആയിട്ടുള്ളൊരു മുഹബത്ത് കാ സർബത്തൊക്കെ ഉണ്ടാക്കി കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡിയായി നെച്ചുവിന് ആർട്ട് ക്ലാസ്സിൽ പോയി പിക്ക് ചെയ്തു. ഇതാണ് മോൾ ഇന്ന് ചെയ്ത ഡ്രോയിങ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ മോൾക്ക് ക്ലാസ്സിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നൈലാച്ചിക്ക് സ്കൂളിലേക്ക് വൈറ്റ് ഷൂസും യൂണിഫോം ഒക്കെ എടുക്കണമായിരുന്നു. അതിന് ഞങ്ങൾ യൂണിഫോംസ് വെക്കുന്ന ഷോപ്പിലേക്ക് വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടിലില്ല. ജോബ് റിലേറ്റഡായി യാമ്പു എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിരിക്കുക. അപ്പോൾ ഇന്ന് മോളുടെ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഗ്രോസറീസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കണം. പോയി കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. ഇപ്പോൾ സ്കൂൾ ജസ്റ്റ് റീ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ്സും കുട്ടികളുടെ ക്ലാസ്സൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴും ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതൊന്നും നടക്കില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നന്നായി വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെയുള്ള ബർഗർ കിങ്ങിലേക്ക് വന്ന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ മുംബൈ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല ഫ്രഷ് ജിലേബിയൊക്കെ കിട്ടും. അപ്പോൾ ജിലേബിയും ഉള്ളിവടയും കോഫിയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. എനിക്കിതൊരു ഇഷ്ടം. നാട്ടിൽ കിട്ടുന്ന നല്ല പുളിയുള്ള യെല്ലോ കളർ ജിലേബിയാണ്. ഇതിന് പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയപ്പോഴേക്കും നന്നായി പൊടിക്കാറ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് തിരിയാതെ നേരെ വീട്ടിലേക്ക് പോയി. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.